മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് റിഗ്രഷൻ അനാലിസിസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതാണ് ഈ കോഷൻസ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, റിഗ്രഷൻ മോഡൽസ് ക്യാൻ പെർഫോം പ്രെഡിക്ഷൻ വെൽ ഓവർ ദ റേഞ്ച് ഓഫ് റിഗ്രസർ വേരിയബിൾസ് used to fit the model but generally not outside this range. Thus we have to be careful if we extrapolate outside the range. അതായത് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എടുക്കുന്ന ആ ഒരു റേഞ്ച് ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ റേഞ്ചിലുള്ള പ്രഡിക്ഷൻ ആയിരിക്കും കൂടുതൽ ആക്യുറേറ്റ്. ആ ഒരു റേഞ്ചിൻ്റെ ഔട്ട്സൈഡിലുള്ള പ്രഡിക്ഷൻ എന്ന് പറയുന്നത് അത്ര എക്സാക്റ്റ് ആയിരിക്കത്തില്ല. നിങ്ങൾക്ക് ഈ എക്സാമ്പിൾ കാണുമ്പോൾ അത് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, in the data set used for model fitting, x assumes values between 10 and 40. Then we can predict y for new value of x within this range, but prediction of y for x equal to 50 or 60 say would not yield proper result. സപ്പോസ് നമ്മൾ എക്സിൻ്റെ റേഞ്ച്, അതായത് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ റേഞ്ച് എന്ന് എടുക്കുന്നത് 10 തൊട്ട് 40 വരെയുള്ള വാല്യൂസ് ആണെന്ന് വെച്ചു. അപ്പോൾ ആ 10 തൊട്ട് 40 വരെയുള്ള വാല്യൂസിലുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു വാല്യൂസിനല്ലാതെ വൈനെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ വൈനെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് എക്സിൻ്റെ വാല്യൂ ഒന്നെങ്കിൽ 50 അല്ലെങ്കിൽ 60 എന്നുള്ള റേഞ്ചിലുള്ള എക്സിൻ്റെ വാല്യൂ ആണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. നോക്കുക, നമ്മുടെ എക്സിൻ്റെ വാല്യൂസ് നമുക്കുള്ളത് 10 തൊട്ട് 40 വരെ ഉള്ളതാണ്. പക്ഷെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്ന എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അതിനേക്കാൾ ഹയർ ആയിട്ടുള്ള ഒരു റേഞ്ചിലുള്ള വാല്യൂ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു റേഞ്ച് ഹയർ ആകുമ്പോഴത്തേക്ക് നമ്മൾ എടുക്കുന്ന നമ്മുടെ വൈയുടെ പ്രഡിക്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അത്രയും ആക്യുറേറ്റ് ആവത്തില്ല. ഇപ്പം നമ്മൾ 10 തൊട്ട് 40 വരെയുള്ള ആ ഒരു റേഞ്ചിലുള്ള ഒരു എക്സ് ആണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ വൈ എന്ന് പറയുന്നത് കൂടുതൽ ആക്യുറേറ്റ് ആയിരിക്കും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ദ ഡിസ്പോസിഷൻ ഓഫ് ദ എക്സ് വാല്യൂസ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ അവർ റിസൾട്ട്. റിമോട്ട് വാല്യൂസ് മേ സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ് അവർ എസ്റ്റിമേറ്റ് ഓഫ് സ്ലോപ്പ്. കൺസിഡർ ദ ഫോളോയിങ് സ്കാറ്റർ ഡയഗ്രാം. ദ 2 points, one at the right top and one other at the bottom, are remote points, and if we estimate the slope from these data points, the estimate would be inappropriate for a major part of the data and our attempts to predict y would not be proper. അപ്പോൾ നമ്മളിപ്പം രണ്ടാമത് പറയുന്നത് റിമോട്ട് വാല്യൂസ്, അതായത് ഔട്ട്ലെയേഴ്സ്. നമ്മളുടെ ഔട്ട്ലെയേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇത് കണ്ടോ, ഇവിടെ കുറേ സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് എല്ലാം ഏകദേശം അടുത്തടുത്ത് തന്നെ കിടക്കുന്നത്. പക്ഷേ 2 റിമോട്ട് വാല്യൂസ് കണ്ടോ, അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും. ഇതിനെ നമ്മൾ ഔട്ട്ലെയേഴ്സ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മറ്റുള്ളവർ കിടക്കുന്നതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ചുകൂടി ഡിസ്റ്റൻസ് മാറി ഒറ്റയ്ക്ക് കിടക്കുന്ന ആ വാല്യൂസിനെ നമ്മൾ ഔട്ട്ലെയേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഔട്ട്ലെയേഴ്സ് അല്ലെങ്കിൽ റിമോട്ട് വാല്യൂസിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ എസ്റ്റിമേഷൻ അല്ല പ്രഡിക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് ആക്യുറേറ്റ് ആവത്തില്ല. കാരണം ഈ ഒരു രീതിയിൽ കൂടെ നമ്മൾ ലൈൻ ഓഫ് റിഗ്രഷൻ വരയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇത് രണ്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ വാല്യൂസ് എന്ന് പറയുന്നത്, നമ്മുടെ റിഗ്രഷൻ ലൈൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും പോകുന്നത്. ഇങ്ങനെ പോകുമ്പോഴത്തേക്കുള്ള പ്രത്യേകത എന്താ, ഇവിടെ കുറേ സെറ്റ് ഓഫ് ഒബ്സർവേഷൻസിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ ഔട്ട്ലെയേഴ്സ് നമ്മുടെ മോഡലിലുണ്ടെങ്കിൽ നമ്മുടെ മോഡൽ ബിൽഡിംഗ് എന്ന് പറയുന്നത് ആക്യുറേറ്റ് ആവത്തില്ല. ഔട്ട്ലെയേഴ്സ് വാല്യൂ ഓഫ് y can seriously disturb the least square fit. Consider the following scatter diagram. The single point at the top would distort the estimate. അപ്പോൾ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ റിഗ്രഷൻ ലൈൻ അല്ലെങ്കിൽ ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേഷൻ നമ്മൾ നടത്തുമ്പോഴത്തേക്ക് ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേഷനിൽ ഈ ഒരു ഒറ്റ പോയിന്റ് കാരണം നമ്മുടെ വൈയുടെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റർബ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ മോഡൽ ബിൽഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ഔട്ട്ലെയേഴ്സ് നമ്മുടെ മോഡലിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഔട്ട്ലെയേഴ്സ് ഉണ്ടെങ്കിൽ ആ മോഡൽ എന്ന് പറയുന്നത് അത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ള ഫിറ്റ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഔട്ട്ലെയേഴ്സിനെ റിമൂവ് ചെയ്യേണ്ടതൊക്കെ വരും. എങ്ങനെയാണ് ഔട്ട്ലെയേഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് നമ്മൾ ലേറ്റർ ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഇത്രയും മാത്രം ഓർക്കുക, നമ്മുടെ മോഡലിൽ ഔട്ട്ലെയേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റിമോട്ട് വാല്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഔട്ട്ലെയേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, കുറേ സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് ഏതൊരു റേഞ്ചിലാണോ കിടക്കുന്നത് ആ ഒരു റേഞ്ചിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് മാറി കിടക്കുന്ന വാല്യൂസിനെ നമ്മൾ ഔട്ട്ലെയേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കണം. അങ്ങനെ ഔട്ട്ലെയേഴ്സ് പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോഡൽ എന്ന് പറയുന്നത് ബെസ്റ്റ് മോഡൽ ആയിരിക്കത്തില്ല. ഇനി അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ജസ്റ്റ് ബിക്കോസ് അവർ റിഗ്രഷൻ റിസൾട്ട്സ് സജസ്റ്റ് ദാറ്റ് ദർ ഈസ് significant strong relationship between dependent variable y and independent variable x, it does not necessarily imply a cause-effect relationship. Apart from statistical significance, we need to know from context and common sense that the independent variable is really influencing the
ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി ഒരു രണ്ട് വേരിയബിൾസ് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ നമ്മുടെ കോമൺ സെൻസ് കൊണ്ടും കൂടെ നോക്കണം എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ മാർക്കും അപ്പുറത്തെ വീട്ടിലെ കൊച്ചിൻ്റെ പെർഫോമൻസും ഇപ്പം നമ്മൾ രണ്ട് കാര്യങ്ങൾ നോക്കുമെന്ന് വെച്ചു. ഇത് തമ്മിൽ പരസ്പരം ഒരു ബന്ധവുമില്ല. അപ്പം ഇങ്ങനെ രണ്ട് ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണെന്ന് പറഞ്ഞാലും ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ തൻ്റെ കോമൺ സെൻസ് വെച്ച് ഒന്നും കൂടെ ഒന്ന് നോക്കണം ഇവർ തമ്മിൽ റിലേഷൻഷിപ്പ് കാണാനുള്ള ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പം സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ്റെ കോമൺ സെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലോർക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് സ്റ്റാൻഡർഡൈസ്ഡ് റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ്. നമ്മുടെ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ഉണ്ടല്ലോ, β1, β2 എക്സെട്ര βk എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു റിഗ്രഷൻ കോഎഫിഷ്യൻറ്റിനെ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് സ്റ്റാൻഡർഡൈസ് ചെയ്യേണ്ടതെന്ന് നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാവും. Usually it is difficult to compare the regression coefficients because the magnitude of beta j cap reflects the units of measurement of jth explanatory variable xj. അതായത് ഇപ്പം നമുക്കറിയാലോ നമ്മുടെ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനോട് ചേർന്നായിരിക്കും ഇരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കണ്ടോ ബീറ്റ ജെ ക്യാപ്പ് എന്ന് പറയുന്ന നമ്മുടെ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എക്സ് ജിയോട് ചേർന്നായിരിക്കും ഇരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻ ദ ഫോളോയിങ് ഫിറ്റഡ് റിഗ്രഷൻ മോഡൽ y cap equal to 5 plus x1 plus 1000 x2. ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഇതാണ് നമ്മുടെ മോഡൽ എന്ന് വെക്കുക. ഈ മോഡലിൽ β0 എത്രയാണ് 5, y is equal to β0 plus β1x plus β1 x2 plus എക്സെട്ര എന്നൊക്കെയാണല്ലോ. അപ്പോൾ നമ്മൾ ഇത് വൈയുടെ β0ൻ്റെ സ്ഥാനത്ത് 5 ആണ്, β1ൻ്റെ സ്ഥാനത്ത് 1 ആണ്, β2ൻ്റെ സ്ഥാനത്ത് 1000 ആണ്. y is measured in liters, x1 is in liters and x2 is in milliliters. നമ്മൾ എടുത്തിരിക്കുന്ന വാല്യൂസിൽ y എന്ന് പറയുന്ന വാല്യൂസ് ലിറ്റേഴ്സിൻ്റെ കണക്കിലാണെന്ന് ഓർക്കുക. ഈ x1 എന്ന് പറയുന്ന വേരിയബിള് ലിറ്റേഴ്സ് തന്നെയാണ്, x2 എന്ന് പറയുന്ന വേരിയബിള് മില്ലി ലിറ്റേഴ്സ് ആണെന്ന് ഓർക്കുക. ഓൾദോ β2 cap greater than or equal to β1 cap but effect of both explanatory variables is identical. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇപ്പോൾ നമ്മൾക്കിവിടെ β2 ക്യാപ്പാണ് β1 ക്യാപ്പിനെക്കാട്ടിലും ഹയർ ആയിട്ട് കിടക്കുന്നത്. പക്ഷേ നമ്മൾ എടുത്തിരിക്കുന്നത് ഒന്ന് ലിറ്റേഴ്സിലും ഒന്ന് മില്ലി ലിറ്റേഴ്സിലുമാണ്. പക്ഷെ നമ്മൾ അത് പ്രോപ്പറായിട്ട് കൺസിഡർ ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, β2 ക്യാപ്പാണ് β1 ക്യാപ്പിനെക്കാട്ടിലും ഹയർ എന്ന് പറയും. പക്ഷേ ഇവിടെ നോക്കുക, ഇവിടെ രണ്ടിൻ്റെ ഇഫക്റ്റ് സെയിം അല്ലേ. 1 ലിറ്റർ എന്ന് പറയുന്നതാണ് 1000 മില്ലി ലിറ്റർ. അപ്പോൾ ഇവിടെ രണ്ടുപേരുടെയും ഇഫക്റ്റ് എന്ന് പറയുന്നത് സിമിലർ ആണ്. പക്ഷെ നമ്മൾ പറയുന്നത് നമുക്കിപ്പോൾ വാല്യൂസ് കാണുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നത്, സ്റ്റാൻഡർഡൈസ് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താ, നമ്മൾ ഇതിൽ നിന്ന് ഒരു അബ്സേർഡ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും പറയുന്നത്. അതായത് β2 ക്യാപ്പാണ് β1 ക്യാപ്പിനേക്കാളും ഹയർ എന്ന് നമ്മൾ ഇത് കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നും. 1 liter change in either x1 and x2 when other variables is held fixed produce some changes in y cap. Sometimes it is helpful to work with scaled explanatory variables and steady variables that produce dimensionless regression coefficients. These dimensionless regression coefficients are called standardized regression coefficients. അപ്പോൾ ഈ x1ൻ്റെ ചേഞ്ചും x2ൻ്റെ ചേഞ്ചും ഐഡൻറ്റിക്കൽ റിസൾട്ട് തന്നെയാണ് നമ്മുടെ y ക്യാപ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം റിഗ്രഷൻ കോഎഫിഷ്യൻറ്റിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഇൻ്റർപ്രിറ്റേഷൻ നടത്താൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെയുള്ള കേസിൽ എക്സ്പ്ലാനേറ്ററി വേരിയബിൾ, അതായത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെയും ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെയും സ്കെയിലിംഗ് വഴി അതിൻ്റെ റിഗ്രഷൻ കോഎഫിഷ്യൻസിൻ്റെ ഡയമെൻഷൻ ഇല്ലാതാക്കും. അപ്പോൾ ഇങ്ങനെ ഡയമെൻഷൻ ഇല്ലാതാക്കുന്ന റിഗ്രഷൻ കോഎഫിഷ്യൻ്റെ ഡയമെൻഷൻ ഇല്ലാതാക്കുന്ന ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ സ്റ്റാൻഡർഡൈസ്ഡ് റിഗ്രഷൻ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത്. There are two popular approaches for scaling which give standardized regression coefficients. We discuss them as follows. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡർഡൈസേഷൻ നടത്താൻ വേണ്ടിയിട്ട് രണ്ട് പോപ്പുലർ ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ മെത്തേഡാണ് യൂണിറ്റ് നോർമൽ സ്കെയിലിംഗ്. യൂണിറ്റ് നോർമൽ സ്കെയിലിംഗിൽ എന്താ ചെയ്യുന്നത് നോക്കാം. എംപ്ലോയ് യൂണിറ്റ് നോർമൽ സ്കെയിലിംഗ് ടു ഈച്ച് എക്സ്പ്ലനേറ്ററി വേരിയബിൾ ആൻഡ് സ്റ്റഡി വേരിയബിൾ. നമ്മൾ നോർമലിൻ്റെ കേസിൽ ചെയ്യുന്ന പോലെ തന്നെ യൂണിറ്റ് നോർമൽ സ്കെയിലിങ്ങിൽ നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനും യൂണിറ്റ് നോർമൽ സ്കെയിലിംഗ് ചെയ്യും. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സോ വി ഡിഫൈൻ Zij equal to Xij minus Xj bar divided by Sj I is equal to 1, 2, 3 etc. n j equal to 1, 2, 3 etc. k yi star equal to yi minus y bar divided by sy, where Sj square equal to 1 by n minus 1 summation I is equal to 1 to n xij minus xj bar the whole square and sy square equal to
1 by n minus 1 summation yi minus y bar the whole square are the sample variances of jth explanatory variable and study variable respectively. നമ്മൾ സ്റ്റാൻഡേർഡ് നോർമലിൻ്റെ കേസിൽ എന്താ ചെയ്തിരുന്നത്? ഇപ്പം y എന്ന് പറയുന്നത് നോർമൽ മ്യൂ കോമ സ്ക്വയർ ആണെങ്കിൽ നമ്മൾ അതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? y മൈനസ് മ്യൂ ഡിവൈഡ് ബൈ സിഗ്മ ചെയ്തിട്ട് അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യും. അപ്പോൾ ആ ഒരു പ്രൊസീജിയർ തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇസഡ് ഐ ജെ എന്ന് പറയുന്നത് എടുക്കുന്നത് നമ്മുടെ എക്സ് ഐ ജെ വാല്യൂയിൽ നിന്ന് അതിൻ്റെ മീൻ എക്സ് ജെ ബാർ മൈനസ് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ കേസിലും ചെയ്യുന്നു. എസ് എ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ വേരിയൻസ് ആണ്. സാമ്പിളിൻ്റെ വേരിയൻസ് ആയതുകൊണ്ടാണ് n-1 എന്ന് എടുത്തിരിക്കുന്നത്. അതുപോലെ എസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ വേരിയൻസ് ആണ്. ഇവിടെയും n-1 എന്ന് പറഞ്ഞാണ് എടുത്തിരിക്കുന്നത്. നമ്മളിതെല്ലാം സാമ്പിൾ കൺസിഡർ ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഓർത്തോളാം. All scaled explanatory variables and scaled study variables have mean zero and sample variance unity. That is, using these variables, the regression model becomes. അപ്പോൾ നമ്മൾ ഈ ഒരു മോഡലിലെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോൾ പ്രത്യേകത എന്താ? നമ്മുടെ എക്സ്പ്ലനേറ്ററി വേരിയബിൾ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി വേരിയബിളിൻ്റെ മീൻ ഇവിടെ 0 ആകും, വേരിയൻസ് എന്ന് പറയുന്നത് 1 ആവും. അങ്ങനെയാണല്ലോ നമ്മൾ നോർമലിൻ്റെ കേസിൽ സ്റ്റാൻഡർഡൈസ് ചെയ്യുമ്പോഴത്തേക്ക് മീൻ മ്യൂവും വേരിയൻസ് സിഗ്മ സ്ക്വയറും ആയതിൻ്റെ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യുമ്പോഴത്തേക്ക് നോർമലിൻ്റെ കേസിൽ എങ്ങനെയാണ് വരുന്നത്? മീൻ 0യും വേരിയൻസ് 1ഉം ആയിട്ട് വരും. അപ്പോൾ അതുപോലെ നമ്മൾ ഈ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ മീൻ 0യും വേരിയൻസ് 1ഉം ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു പുതിയ പുതിയ വേരിയബിൾസ് വെച്ചിട്ട് നമ്മുടെ ഫിറ്റഡ് മോഡൽ എങ്ങനെയാവും നോക്കാം. അപ്പോൾ നമ്മളതിനെ yi സ്റ്റാർ എന്ന് പറഞ്ഞെടുത്തു. yi സ്റ്റാർ ഇസ് ഇക്വൽ ടു Γ1 ZI1 പ്ലസ് Γ2 ZI2 പ്ലസ് എക്സെട്ര Γk ZIk പ്ലസ് എപ്സിലോൺ i എന്ന് പറഞ്ഞെടുത്തു. where I is equal to 1, 2, 3, etc. n. Such centering removes the intercept term from the model. അപ്പം നമ്മൾ നേരത്തെ കണ്ട മോഡലിൽ നമ്മുടെ ബീറ്റ നോട്ട് എന്ന് പറയുന്ന ആ ഒരു ടേം, അതായത് ഇൻ്റർസെപ്റ്റ് ഇല്ല. എന്തുകൊണ്ടാണ് ഇൻ്റർസെപ്റ്റ് ഇല്ലാത്തത്? നമ്മൾ മീൻ ഇവിടെ 0 ആയിപ്പോയി. ഇപ്പം മീൻ 0 ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻ്റർസെപ്റ്റ് നമ്മൾ റിമൂവ് ചെയ്യുകയാണ് ചെയ്തത്. ദ ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റ് ഓഫ് ഗാമ ഈക്വൽ ടു Γ1, Γ2, എക്സെട്ര Γk ഡാഷ് is gamma cap equal to z dash z the whole inverse into z dash y star. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റ് നമ്മൾ സാധാരണ ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റ് പോലെ തന്നെ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ബീറ്റ ക്യാപ്പ് ഈക്വൽ ടു എക്സ് ഡാഷ് എക്സ് ദ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ഡാഷ് വൈ. ഇവിടെ ബീറ്റയ്ക്ക് വരെ നമ്മുടെ പുതിയ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഗാമയുടെ ടേംസിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. സോ ഗാമ ക്യാപ്പ് എന്ന് പറയുന്നത് എക്സിൻ്റെ സ്ഥാനത്ത് നമ്മളിപ്പോൾ സ്റ്റാൻഡർഡൈസ് ചെയ്തുകൊണ്ട് ഇസഡ് വന്നു, വൈയുടെ സ്ഥാനത്ത് വൈ സ്റ്റാറും വന്നു. This scaling has a similarity to standardizing a normal random variable, that is observation minus its mean and divided by its standard deviation. So it is called unit normal scaling. നമ്മൾ നോർമലിൻ്റെ കേസിൽ എങ്ങനെയാണ് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത് ആ ഒരു സിമിലർ പ്രൊസീജിയറാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡിന് യൂണിറ്റ് നോർമൽ സ്കെയിലിംഗ് എന്ന് വന്നേക്കുന്നത്. ഒബ്സർവേഷനിൽ നിന്ന് അതിൻ്റെ മീൻ കുറച്ചിട്ട് സ്റ്റാൻഡേർഡ് ഡെവിയേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇനി നമ്മുടെ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നതാണ് യൂണിറ്റ് ലെങ്ത് സ്കെയിലിംഗ്. ഇൻ യൂണിറ്റ് ലെങ്ത് സ്കെയിലിംഗ് we define wij equal to xij minus xj bar the whole divided by sjj 1 by raised to 1 by 2, where I is equal to 1, 2, 3, etc. and j equal to 1, 2, 3, etc. k, ya not equal to ya minus y bar divided by sst the whole raised to 1 by 2. അപ്പോൾ നമ്മൾ ഇവിടെയും എങ്ങനെയാണ് എടുക്കുന്നത്? നമ്മൾ ഒബ്സർവേഷനിൽ നിന്ന് മീൻ കുറച്ചിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. പക്ഷേ ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഒക്കെ കുറച്ചൊരു വ്യത്യാസമുണ്ട്. where sjj equal to summation I is equal to 1 to n xij minus xj bar the whole square is a corrected sum of squares of jth explanatory variables xj, and sst equal to summation I is equal to 1 to n ya minus y bar the whole square is a total sum of squares. ഇപ്പോൾ ഇവിടെ SJJ എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നത് ആ ഒരു ഒബ്സർവേഷനിൽ നിന്ന് അതിൻ്റെ മീൻ കുറച്ചിട്ടുള്ള ഹോൾ സ്ക്വയർ ആണ്. അതായത് കറക്റ്റഡ് സം ഓഫ് സ്ക്വയർ ഓഫ് jth എക്സ്പ്ലനേറ്ററി വേരിയബിൾ ആണ് നമ്മൾ SJJ എന്ന് കൊണ്ടെടുക്കുന്നത്. SST എന്ന് പറഞ്ഞെടുക്കുന്നത് ആ ഒരു ഒബ്സർവേഷനിൽ നിന്ന് അതിൻ്റെ മീൻ കുറയ്ക്കുന്നതിനെയാണ് നമ്മൾ ടോട്ടൽ സം ഓഫ് സ്ക്വയർ എന്ന് പറഞ്ഞെടുത്തിരിക്കുന്നത്. ഇൻ ദ സ്കെയിലിംഗ് each new explanatory variable wj has mean wj bar equal to 1 by n summation wij equal to 0 and length root of summation wij minus wj bar the whole square equal to 1. അപ്പോൾ ഈ ഒരു കേസിൽ ഈ ഒരു wj ബാറിൻ്റെ മീൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ലെങ്ത് അതിൻ്റെ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് 1 ആയിരിക്കും.
അപ്പോൾ ഇൻ ടേംസ് ഓഫ് ദീസ് വേരിയബിൾസ് റിഗ്രഷൻ മോഡൽ ഈസ് നമ്മൾ ഈ ഒരു സ്റ്റാൻഡർഡൈസ് ചെയ്തതിൻ്റെ ബേസിൽ നമ്മൾ റിഗ്രഷൻ മോഡലിനെ എഴുതുമ്പോഴത്തേക്ക് നമ്മളിവിടെ വൈ ഐ നോട്ട് എന്ന് പറഞ്ഞാൽ എടുത്തേക്കുന്നത്. സോ വൈ ഐ നോട്ട് ഇക്വൽ ടു Δ1 നമ്മളൊരു കോൺസ്റ്റൻറ്റിനെ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. Δ1 ഇൻറ്റു WI1 പ്ലസ് Δ2 ഇൻറ്റു WI2 എക്സെട്ര Δk ഇൻറ്റു WIk എന്ന് പറഞ്ഞെടുത്തു. വേർ പ്ലസ് എപ്സിലോൺ ഐ വേർ ഐ ഈക്വൽ ടു 1 2 3 എക്സെട്ര n. ഇപ്പോൾ ഇവിടെയും ഇതിൻ്റെ ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റ് എന്തായിരിക്കും? ഈ ഡെൽറ്റയുടെ ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഡെൽറ്റ ക്യാപ് ഈക്വൽ ടു W ദ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു W'Y0. നമ്മൾ ഏത് വേരിയബിളാണോ കൺസിഡർ ചെയ്യുന്നത് അതിൻ്റെ ഒരു ടേംസിൽ നമ്മൾ ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റിനെ ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻ സച്ച് എ കേസ് ദ മെട്രിക്സ് W' ഈസ് ഇൻ ദ ഫോം ഓഫ് എ കോറിലേഷൻ മെട്രിക്സ്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു W' എന്ന് പറയുന്നത് ഒരു കോറിലേഷൻ മെട്രിക്സിൻ്റെ ഫോമിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ആ ഒരു കോറിലേഷൻ മെട്രിക്സിൻ്റെ ഫോം എന്ന് പറയുന്നത് W' ഈക്വൽ ടു 1 R12 R13 എക്സെട്ര R1k R21 1 R23 എക്സെട്ര R2k R31 R32 എക്സെട്ര R3k എന്ന് പറഞ്ഞുള്ള ഒരു ഫോമിലായിരിക്കും നമ്മുടെ W' എന്ന് പറയുന്ന ഒരു മെട്രിക്സ് കിടക്കുന്നത്. ഇതൊരു കോറിലേഷൻ മെട്രിക്സ് ആണ്. വേർ Rij ഈക്വൽ ടു സമ്മേഷൻ u is equal to 1 to n xui മൈനസ് xi ബാർ ഇൻറ്റു xuj മൈനസ് xj ബാർ ദ ഹോൾ ഡിവൈഡ് ബൈ sii sjj ദ ഹോൾ റേസ് ടു 1/2. ഹോൾ റേസ് ടു 1/2 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? റൂട്ടാണെന്ന് ഓർക്കുക. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഈച്ച് ഒബ്സർവേഷനെ നമ്മൾ എടുത്തെഴുതുമ്പോഴത്തേക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് മെത്തേഡാണുള്ളത്. ഒന്ന് യൂണിറ്റ് നോർമൽ സ്കെയിലിങ്ങും പിന്നെ രണ്ടാമത് പറഞ്ഞത് യൂണിറ്റ് ലെങ്ത് സ്കെയിലിങ്ങും. അപ്പോൾ ഈ ഒരു കോറിലേഷൻ മെട്രിക്സിൽ Rij എന്ന് പറയുന്ന ഇതാണ്. is a simple correlation coefficient between explanatory variable xi and xj. അപ്പോൾ xiക്കും xjക്കും ഇടയ്ക്കുള്ള ഒരു കോറിലേഷൻ കോയിഫിഷ്യൻറ്റിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ Rij എന്നുള്ള ആ ഒരു വാല്യൂ യൂസ് ചെയ്യുന്നത്. സിമിലർലി W'Y0 ഈക്വൽ ടു R1y R2y എക്സെട്ര RKy ദ ഹോൾ ഡാഷ് വേർ RJy ഈക്വൽ ടു സമ്മേഷൻ u is equal to 1 to n xuj മൈനസ് xj ബാർ ഇൻറ്റു yu minus y bar divided by sjj sst the whole raised to 1/2. It's a simple correlation between jth explanatory variable xj and study variable y. ഇപ്പോൾ നമ്മൾ ആദ്യമേ കാണിച്ച ആ ഒരു കോറിലേഷൻ കോയിഫിഷ്യൻ്റ് ഉണ്ടല്ലോ, ആ ഒരു കോറിലേഷൻ കോയിഫിഷ്യൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ കോയിഫിഷ്യനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് Rjy എന്ന് പറയുന്ന ഈ ഒരു കോറിലേഷൻ കോയിഫിഷ്യൻ്റ് ആണ് നമ്മുടെ എക്സ്പ്ലനേറ്ററി വേരിയബിൾ, അതായത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റഡി വേരിയബിൾ ഡിപെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള കോറിലേഷൻ കോയിഫിഷ്യനെ കാണിക്കുന്നത്. സോ നമുക്ക് രണ്ട് കോറിലേഷൻ കോയിഫിഷ്യൻ്റ് നമ്മൾ കണ്ടു. ഒന്ന് രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ കോയിഫിഷ്യൻറ്റും പിന്നെ ഒന്ന് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഒരു ഡിപെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള കോറിലേഷൻ കോയിഫിഷ്യൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടും. If unit normal scaling is used, then z' equal to n minus 1 into W'. So the estimates of regression coefficient in unit normal scaling, that is gamma cap, and in unit length scaling, that is delta cap, are identical. So it doesn't matter which scaling is used. So gamma cap equal to delta cap. ഇപ്പോൾ നമ്മൾ യൂണിറ്റ് നോർമൽ സ്കെയിലിംഗ് ആണ് എടുക്കുന്നതെന്ന് വെച്ചു, അതായത് നമ്മൾ ആദ്യം പറഞ്ഞ സ്കെയിലിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ z' എന്ന് പറയുന്നത് n-1 ഇൻറ്റു W' ആയിരിക്കും. നമ്മൾ ഈ ഒരു രണ്ട് മെത്തേഡിനെ നമ്മൾ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണിത്. z' എന്ന് പറയുന്നത് n-1 ഇൻറ്റു W' ആയിരിക്കും. സോ നമ്മുടെ രണ്ട് സ്കെയിലിംഗ് മെത്തേഡ് യൂസ് ചെയ്താലും സിമിലർ റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ഗാമ ക്യാപ്പ് എന്ന് പറയുന്നതും ഡെൽറ്റ ക്യാപ്പ് എന്ന് പറയുന്നതും സിമിലർ ആയിട്ടാണ് ലാസ്റ്റ് വരുന്നത്. സോ ഈ ഒരു രണ്ട് സ്റ്റാൻഡർഡൈസിങ് മെത്തേഡിൽ ഏതൊരു മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് പോപ്പുലർ മെത്തേഡ്സ് ആണ്. ഒന്ന് യൂണിറ്റ് നോർമൽ സ്കെയിലിങ്ങും മറ്റേത് യൂണിറ്റ് ലെങ്ത് സ്കെയിലിങ്ങും. രണ്ടിൻ്റെയും റിസൾട്ട് സിമിലർ ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് ബാക്കി ടോപ്പിക്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.